മത്തായി എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. മാത്യു ചാപ്റ്റർ 17 വേഴ്സ് 21. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യമാണ്. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ ധാരാളം ദൈവപ്രവർത്തികൾ നടന്നു. കർത്താവിന് സ്തോത്രം. അതിൽ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ ഒരു മകന് ബാധിച്ച പൈശാചിക ശക്തി ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ സൗഖ്യമാക്കാൻ കഴിയാതെ അവർ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ അവനെ കൊണ്ടുവരിക. അവരവനോട് പറയുകയാണ്, സ്തോത്രം, എൻ്റെ മകൻ്റെ പ്രോബ്ലമാണ്, അവർക്കത് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം യേശു അവനിൽ വ്യാപരിച്ച ദുരാത്മാവിനെ പുറത്താക്കി. ശിഷ്യന്മാർ അത് കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് രഹസ്യമായിട്ട് ചോദിച്ചു, ഞങ്ങൾക്ക് എന്താണ് അതിനെ പുറത്താക്കാൻ കഴിയാതിരുന്നത്? കർത്താവിൻ്റെ മറുപടി, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. അപ്പം നിങ്ങൾ ഇനിയൊന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഈ മത്തായി സുവിശേഷം എഴുതുമ്പം സ്തോത്രം പ്രാർത്ഥന എന്ന വിഷയത്തിന് മുൻതൂക്കം കൊടുത്താണ് മത്തായി എഴുതിയത്. സ്തോത്രം. മത്തായിയുടെ ഈ സുവിശേഷത്തിനകത്ത് മത്തായി ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. മറ്റൊരു ഭാഗത്തുണ്ട്, നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. വേറൊരു ഭാഗത്തുണ്ട്, നിങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നവരാകണം. ഹല്ലേലൂയ. ഇവിടെ ഒരു പിതാവ് തൻ്റെ മകൻ്റെ ലൈഫിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് വിടുതൽ കിട്ടാൻ വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ വരിക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ആത്മീക സന്ദേശങ്ങൾ പറയുമ്പം ഇന്നത്തെ സെക്ഷനകത്ത് തലമുറകൾക്കായിരിക്കും ഏറ്റവും വലിയ വിടുതൽ. സ്തോത്രം. പിശാച് വ്യക്തികളോട് പോരാടാറുണ്ട്. നിങ്ങൾ ചിലരുടെ സമ്പത്തിനോടാണ് പിശാചിൻ്റെ പോരാട്ടം. കാര്യം ഒരിക്കലും അവർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകുകയില്ല. ചിലർക്ക് സമ്പത്തിനോടല്ല, ആരോഗ്യത്തോടാണ്. കാര്യം എന്നും ആശുപത്രിയിലാണ്, എന്നും മരുന്ന, എന്നും മാറി മാറി രോഗമാണ്. ഇന്ന് അലോപ്പതിയിലാണ്, നാളെ ആയുർവേദത്തിലാണ്, മറ്റേനാൾ പ്രകൃതി ചികിത്സയിലാണ്. സ്തോത്രം. വർഷങ്ങളായിട്ട് രോഗം മാറാത്ത ശരീരങ്ങളുണ്ട്. അപ്പോൾ അവരോട് രോഗത്തിനാണ് അവരോട് പോരാടുന്നവരുടെ ആരോഗ്യത്തോടാണ്. വേറെ ചിലരോട് ആരോഗ്യത്തോടും പോരാട്ടമില്ല, സമ്പത്തിനോടും പോരാട്ടമില്ല, അവരുടെ മാനസിക നിലയോടാണ് പോരാട്ടം. എന്ന് പറഞ്ഞാൽ 1 കോടിയുടെ വീടുണ്ടെങ്കിലും നല്ലതായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല, എത്ര നല്ല ആഹാരം വെച്ചാലും സമാധാനത്തോടെ കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ ഈയിടെ ഒരു കോടീശ്വരനായ മനുഷ്യൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഹല്ലേലൂയ, അവിടെ സ്തോത്രം അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ വളരെ നിർബന്ധിച്ച് കഴിക്കാനായിട്ട്. ഹല്ലേലൂയ. അപ്പം ഈ കഴിക്കുന്ന സമയത്ത് കോളേജിൽ പഠിപ്പിക്കുന്നൊരു മോളുണ്ട് അവർക്ക്. ആ മോള് ഉച്ചയ്ക്ക് സ്തോത്രം 1:45 2 മണിയായപ്പോൾ ആ മോള് കാറ് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവൾ അന്നേരം വന്നേക്കാരൊക്കെ അവധി എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഞങ്ങളെല്ലാം കഴിക്കാനിരുന്നു. അപ്പോൾ ഇവരും വന്ന് കഴിക്കാനിരുന്നു, ഈ മോളും വന്ന് കഴിക്കാനിരുന്നു. അപ്പം പരിചയപ്പെടുത്തി, പാസ്റ്ററാന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പം സ്തോത്രം ഫുഡിന് മുമ്പിൽ വന്നിരുന്ന് വെച്ച് അവൾ ഇടസയിലൂടെ നോക്കുക, പറയാം, നിന്നോടാ പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ. ഞാൻ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. അപ്പനും അമ്മയും ഈ മോളും മോനും അവൾ നിൽക്കുന്ന സൈഡിൽ ആരുമില്ല. അന്നേരം അപ്പം പറഞ്ഞു, അവൾ ഇങ്ങനെ, അവൾ ആരാണ്ടേ കാണുന്നുണ്ട്. സ്തോത്രം. അത് ഇറങ്ങിപ്പോകാൻ പറയുക. അത് കൂടെ കൂടെ പറയാറുണ്ട്, മിക്കവാറും കഴിക്കാനിരിക്കുമ്പോഴാണ് പറയാറുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഈ ചില ബാധകളൊക്കെ ഇല്ലാതെ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതമാണ് ഏറ്റവും ധന്യകരം. സ്തോത്രം. നിങ്ങൾക്ക് കോടികളൊന്നും ബാങ്കിൽ ഇട്ടില്ലെങ്കിലും സ്തോത്രം, നിങ്ങൾക്ക് 10 ഏക്കർ തോട്ടം ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, സമാധാനമുള്ളൊരു ജീവിതം ഉണ്ടല്ലോ.
നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ എത്രയോ ധനവാന്മാർ വളരെ സമാധാനത്തോടെ ജീവിക്കുന്നവരുണ്ട്. ഞാൻ ദൂതിലോട്ട് വരിക. അപ്പോൾ ചിലരുടെ സാമ്പത്തിക തലത്തോടെ ഇന്ന് ഞാൻ ഇതിൻ്റെ ഭാഗം വിവരിച്ചു വരുന്നതിൻ്റെ കാരണം എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയുക, പ്രാർത്ഥനയാലും ഉപവാസത്താലും ചിലത് നീങ്ങിപ്പോകാൻ പോവുക. ഞാനൊരു കാര്യം പറയാം, അനിപ്പാഷക്ക് മാത്രമല്ല ദൈവാത്മാവുള്ള നിങ്ങൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ ചില ദൂതുകൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന സൈഡിലാണ് എന്നോടുള്ള ആക്രമണം. നിങ്ങളുടെ ഏകാഗ്രതയുള്ള ഹൃദയവും പ്രാർത്ഥനയുടെ അസ്ത്രവും അവിടേക്ക് നിങ്ങൾ അയക്കണം. നിൻ്റെ വീട് സ്വതന്ത്രമാകാൻ പോവുക, നിൻ്റെ തലമുറ സ്വതന്ത്രമാകാൻ പോവുക, നിൻ്റെ കുടുംബം സ്വതന്ത്രമാകാൻ പോവുക, നിൻ്റെ സാമ്പത്തിക ഭദ്രത സ്വതന്ത്രമാകാൻ പോവുക, നിൻ്റെ സന്തതി സ്വതന്ത്രം. ഹല്ലേലൂയ. എന്നോട് ദൈവത്തിൻ്റെ ആത്മാവരെ, കാലപ്പഴക്കം ചെന്ന ദുഷ്ടശക്തികളുടെ ആസക്തികൾ പാമ്പ് തുറകൂടിയിരിക്കുന്നത് പോലെ കൂടാരങ്ങൾക്കകത്ത് തുറകൂടി കിടക്കുന്ന ദുഷ്ടശക്തികളെ ഇന്നത്തെ പ്രാർത്ഥന ചെന്ന് തൊടും. ചിലരുടെ ശാരീരിക തലത്തോടാണ് പോരാട്ടം, ചിലരുടെ സാമ്പത്തിക തലത്തോടാണ്. ഞാൻ 30 വർഷമായി വിശ്വാസത്തിൽ, 30-ലധികമായി. അന്ന് എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്ന ഫൈനാൻഷ്യൽ ലൈബിലിറ്റി ഉള്ളവർ ഇന്നും വന്നിട്ടുണ്ട്. ഇതുവരെ അവരുടെ ഫൈനാൻഷ്യൽ ലൈബിലിറ്റി മാറിയിട്ടില്ല. അതിൻ്റെ കാരണം അവരുടെ പോരാട്ടം സാമ്പത്തിക മേഖലയോടാണ്. ചിലരുടെ മേലുള്ള പോരാട്ടം ആരോഗ്യ മേഖലയോടാണ്. ചിലരുടെ മേലുള്ള പോരാട്ടം, ദൈവത്തിന് സ്തോത്രം, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ ഒരു അപ്പച്ചൻ കാണാൻ വന്നു. 95 വയസ്സ് അപ്പച്ചനുണ്ട്. അപ്പച്ചനെ വന്നത് അഞ്ജലിയിൽ നിന്നാണ് വന്നേ പ്രാർത്ഥിക്കാനായിട്ട്. എവിടുന്നാ? പുനലൂർക്കപ്പുറത്ത് അഞ്ജലിയിൽ നിന്ന്. അപ്പോൾ എന്തിനാ അപ്പച്ചൻ വന്നതെന്നറിയാമോ? ശ്രദ്ധിക്കണം. അപ്പച്ചൻ്റെ 86 വയസ്സുള്ള അമ്മച്ചി കഴിഞ്ഞ ദിവസം ഒന്ന് വീണു. 2 ആഴ്ചയായി ഇതുവരെ കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല. അമ്മച്ചി എഴുന്നേക്കാനായിട്ട് അഞ്ജലിയിൽ നിന്ന് 95 വയസ്സുള്ള അപ്പച്ചൻ ബസ് കയറി വന്നേക്കാം. ഇവിടെ കിട്ടിയോ? കേട്ടോ, ആ വിശ്വാസം കൊണ്ടോ ഞാൻ ആ എഴുന്നേറ്റിൽ നിന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. അതെന്താ കാര്യം? ഒരു മനുഷ്യൻ്റെ അകത്തു വ്യാപരിക്കുന്ന വിശ്വാസത്തെ പിടിച്ചു കെട്ടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥന ചിലതിനെ നേടിയെടുത്തേ മാറാവൂ. പ്രാർത്ഥന ചില അത്ഭുതത്തെ വിളിച്ചു വരുത്തിയേ മാറാവൂ. സ്തോത്രം. അപ്പം ചിലരുടെ മാനസിക നിലയോടെ പൈശാചിക പോരാട്ടം. ഇനി ചിലർക്ക് ഇങ്ങനെ ഒന്നുമില്ല പോരാട്ടം, ചിലരുടെ കുടുംബജീവിതത്തോടാ പോരാട്ടം. എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും നിങ്ങളോടൊരു കാര്യം പറയാം, ആ മേഖലയാണ് ഏറ്റവും അധികം ഈ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കേണ്ടത്. കാരണം നമ്മൾ ഈ ഭൂമി ജീവിക്കുമ്പം 70, 80, 90 വർഷമേ നമുക്കുള്ളൂ. അതുകൊണ്ട് അപ്പച്ചന് കൊടുത്ത ആയുസ് വെച്ചാൽ 95. ആ അപ്പച്ചൻ്റെ വരവ് കണ്ടിട്ട് ഇനിയും ഒരു 5 കൊല്ലം കൂടെ ജീവിക്കുന്ന രീതിയിലാണ്. പറ സ്വത്രം. 70 നീ പറയുന്നത് എഴുന്നേക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. 95 വയസ്സുള്ള പുള്ളി KSRTC ബസ്സിൽ കയറി ഇവിടെ വന്ന് പ്രാർത്ഥനയ്ക്ക് കൂടിയാഴ്ച വെളുപ്പിനെ ഇറങ്ങി വന്നേച്ച് തിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം 70, 80, 90, 95 വർഷമാണ് നമ്മുടെ കുടുംബജീവിതം. അതിനകത്ത് 20ാമത്തെ വയസ്സിൽ നീ കല്യാണം കഴിച്ചാലും സ്വത്രം നീ 10 or 70 വർഷമുള്ള ആ 70 വർഷം മൊത്തം അടിയാണ്. സ്വത്രം മൊത്തം പ്രോബ്ലം ആണെങ്കിൽ നിൻ്റെ ലൈഫ് കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? അപ്പോൾ ചിലർക്ക് വിവാഹം കഴിച്ച നാൾ മുതൽ മരിക്കുന്ന ദിവസം വരെ അവരുടെ കുടുംബജീവിതത്തെ പിശാച് നോട്ടമിട്ടേക്കുന്നത്. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് ഒരു കാര്യം പറയുന്നു, നിൻ്റെ ലൈഫിനെ നോട്ടമിടുന്ന ചില നോട്ടങ്ങൾ ഇന്ന് ക്യാൻസലാവും. ഇനി അടുത്തൊരു മേഖലയാണ് സന്തതികൾ, അതായത് നമ്മുടെ മക്കൾ. സ്തോത്രം. ഈ ബൈബിള് നിങ്ങൾക്കറിയാമോ, ഒരു കുടുംബത്തെ അലങ്കരിക്കുന്നത് സുന്ദര ചിത്രം കൊണ്ടാണ്. സ്തോത്രം. എങ്ങനെയാണെന്നറിയോ? നിൻ്റെ ഭാര്യ നിൻ്റെ വീട്ടിനകത്ത് ഫലമുള്ള മുന്തിരിവള്ളി, നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ. നിങ്ങൾ നോക്കണം, ഞാൻ ആദ്യമേ ഈ മേഖലയായി ഇന്ന് തൊടാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പം ബൈബിളിൽ പുത്രന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈ പോലെയാകും. നിൻ്റെ പുത്രിമാർ അരമന മാതിരിയായി കൊത്തിയെടുത്ത. ഇതാണ് നിന്നെ കുടുംബത്തെക്കുറിച്ച് ദൈവം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ടാണ് നിന്റെ കുടുംബം പോകുന്നതെങ്കിൽ പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥന ആ ചരിത്രത്തെ തിരുത്തണം.